ഹായ് ഓൾ. IIT ജാം കെമിസ്ട്രിയുടെ റീക്യാപ്പ് സീരീസാണിത്. ഇവിടെ IIT ജാം സിലബസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ കെമിക്കൽ കൈനറ്റിക്സിലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ധാരാളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫർദർ അപ്ഡേറ്റ്സിനുമായിട്ടും ലെക്ചർ നോട്ടിനുമായിട്ടും ഞങ്ങളുടെ ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഒരു റിയാക്റ്റൻ്റ് എ പ്രൊഡക്റ്റായി മാറുന്ന ഒരു ബേസിക് റിയാക്ഷനാണ്. അവിടുത്തെ റേറ്റ് എങ്ങനെ വരും? റേറ്റ് ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. അതിനെ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? മൈനസ് dA/dt. ഇതാണ് നമ്മളുടെ ബേസിക് റേറ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ. ഇതിന് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഫോമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരിക? KT is equal to ln കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ആണല്ലോ. ഇതിനെ വേറൊരു രീതിയിലും കൂടി നമുക്ക് എഴുതാമല്ലോ. ലോഗിൻ്റെ ഫോമിൽ 2.303 log A0/80. ഓക്കെ അല്ലേ? ഇതേ ഇക്വേഷനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ടേമിലും കൂടി എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം. അതായത് നമുക്ക് ln എന്നുള്ള ഫോമിലുള്ള ഇക്വേഷനെ ആദ്യം എടുക്കുക. KT is equal to ln A0/80. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അതിനെ ഒന്ന് സ്ലൈറ്റായിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ln AT/A0. ഓക്കെ, ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ. മൈനസ് KT is equal to ln AT/A0 എന്ന് എഴുതാമല്ലോ. ഈ ഇക്വേഷൻ നമുക്ക് എക്സ്പോണൻഷ്യൽ ടേമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? KT is equal to AT/A0. അതായത് A0 ഇൻറ്റു e⁻KT is equal to AT. ഇതും നമ്മളുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ വേറൊരു ഇക്വേഷനാണ്. ഇതും നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്നതൊക്കെ എന്താണ്? KT is equal to ln A0/AT അല്ലെങ്കിൽ 2.303 log A0/80 എന്നാണ്. അതേ ഇക്വേഷൻ്റെ വേറെ രീതിയിലുള്ള അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ടേമിലേക്കുള്ള റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതായത് AT is equal to A0 ഇൻറ്റു e⁻KT. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട വേറൊരു ടേമാണ് T½ എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ. ആ T½ എന്ത് വരും? AT എന്നുള്ള കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ. ആ AT എന്നുള്ള കോൺസെൻട്രേഷൻ നമ്മുടെ A0യുടെ എക്സാക്റ്റ് ഹാഫ് കോൺസെൻട്രേഷൻ ആവും. അതായത് എക്സാക്റ്റ് ഹാഫായിട്ട് നമ്മളുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മാറാനെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? KT is equal to ln A0/AT അല്ലേ? അതിൽ ATക്ക് നമ്മൾ A0/2 എന്ന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? KT is equal to ln A0/A0/2 വരില്ലേ? അതെന്ത് വരും? ln2 വരില്ലേ? സോ നമ്മളുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? KT is equal to ln2 എന്നാവും. അപ്പോൾ T is equal to എന്ത് വരും? ln2/K വരും, which is equal to 0.693 K. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T½ ഇക്വേഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. ഇതും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T½ കാണാനുള്ള ഇക്വേഷനാണ് 0.693/K. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ T½ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. നമ്മളുടെ nth ഓർഡർ റിയാക്ഷൻ്റെ T½ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനുണ്ട്, എക്സ്പ്രഷനുണ്ട്. അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. T½ is equal to 1/K ഇൻറ്റു n-1 ഇൻറ്റു 2⁻n-1 -1 ഡിവൈഡഡ് ബൈ A0⁻n-1. ഇതാണ് നമ്മളുടെ T½ ജനറൽ ഇക്വേഷൻ. ഇവിടെ നമ്മളുടെ n വാല്യൂ ഏത് കൊടുത്താലും നമുക്ക് ആ ഓർഡറിൻ്റെ T½ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, T½ എന്നുള്ളത് ഇവിടെ പ്രൊപ്പോർഷണലായിട്ട് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ n-1 പവറിനാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഇതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ജനറൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചിരിക്കണം, അതിൻ്റെ ലോഗ് ഫോം പഠിച്ചിരിക്കണം, അതുപോലെ എക്സ്പോണൻഷ്യൽ ടേം പഠിച്ചിരിക്കണം, ഹാഫ് ലൈഫ് പഠിച്ചിരിക്കണം, അതിൻ്റെ റിലേഷൻ പഠിച്ചിരിക്കണം. ഹാഫ് ലൈഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണെന്നും കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ടോപ്പിക്കുമായിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ ക്വസ്റ്റ്യൻ ഈസ്, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A giving 2B plus C, the rate constant in terms of initial pressure P0 and pressure at time T is given by. നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ബേസിസിൽ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനായിട്ട് ഏതാണ് കറക്റ്റ് മാച്ചിങ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? A ഗ്യാസ് ആണ്, ഗിവിങ് 2B പ്ലസ് സി, ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ വരുന്നത്. സോ ഇതാണ് നമ്മളുടെ റിയാക്ഷനുള്ളത്. ഇവിടെ നമ്മളുടെ റിയാക്റ്റൻസും പ്രൊഡക്ട്സും ഗ്യാസ് ഫേസിലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പ്രഷറിൻ്റെ ടേംസിൽ മാത്രമേ നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ തന്നിരിക്കുന്നതിൽ ഇനീഷ്യൽ പ്രഷർ ഉണ്ടല്ലോ, P0 തന്നിട്ടുണ്ടല്ലോ. ഇനീഷ്യലി നമുക്ക് അവിടെ A എന്നുള്ള കമ്പോണൻറ്റ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ പ്രഷർ മാത്രമാണ് അവിടെ ഉണ്ടാവുക, അതാണ് P0. അപ്പോൾ ടൈം ടിയിൽ നമ്മളുടെ പ്രഷർ 0 ആണ്. ആഫ്റ്റർ എ ടൈം ടി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് P0യിൽ നിന്ന് ഒരു P കമ്പോണൻറ്റ് റിയാക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ 2P കമ്പോണൻറ്റ് B ഉണ്ടായിട്ടുണ്ടാവില്ലേ, അതുപോലെ P കമ്പോണൻറ്റ് C ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? P ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പോണൻസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രഷർ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ P ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? P0 മൈനസ് P പ്ലസ് 2P പ്ലസ് P. ഇതായിരിക്കുമല്ലോ നമ്മൾ P ടോട്ടൽ എന്ന് പറഞ്ഞത്. അപ്പോൾ P ടോട്ടലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ P ക്യാൻസൽ ചെയ്താൽ P0 പ്ലസ് 2P. ഇതാണ് നമ്മളുടെ P ടോട്ടൽ വരിക. ഇങ്ങനെ എഴുതാം, PT ഈസ് ഈക്വൽ ടു P0 പ്ലസ് 2P. ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രഷർ വരിക. ആ Pയിൽ നമുക്ക് അറിയാത്തത് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്ത P ടേം ഉണ്ടല്ലോ, ആ P ടേം എങ്ങനെയായിരിക്കും വരിക? PT മൈനസ് P0 ഈസ് ഈക്വൽ ടു 2P വരും. അതുപോലെ P എന്നുള്ളത് എന്ത് വരും? PT മൈനസ് P0 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ നമ്മളുടെ KT ഈസ് ഈക്വൽ ടു ln A0 ബൈ AT അല്ലേ. ഇവിടെ കോൺസെൻട്രേഷന് പകരം പ്രഷർ ടേമിലായതുകൊണ്ട് നമുക്ക് P0 ബൈ PT അല്ലേ എഴുതേണ്ടത്. ഇവിടെ A0 എന്ന് പറയുമ്പോൾ P0 ആണ്. അതുപോലെ AT എന്നുള്ളത് എന്ത് വരും? P0യിൽ നിന്ന് എത്ര കുറഞ്ഞു എന്നല്ലേ, P0 മൈനസ് P അല്ലേ നമ്മുടെ എയുടെ കമ്പോണൻറ്റ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആ എക്സ്പ്രഷൻ നമ്മുടെ റേറ്റ് ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് റേറ്റിൽ K അല്ലേ കാണേണ്ടത്, അപ്പോൾ 1/T എന്ന് വരണ്ടേ. പിന്നെ ln P0 ബൈ P0 മൈനസ് P, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരിക. അതിൽ Pക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എക്സ്പ്രഷൻ കണ്ടുപിടിച്ചത് എന്താണ്? PT മൈനസ് P0 ബൈ 2 ആണല്ലോ. അപ്പോൾ നമുക്ക് അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ln P0 ബൈ P0 മൈനസ് PT മൈനസ് P0 ബൈ 2, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ln P0 ബൈ 2P0 മൈനസ് PT പ്ലസ് P0 ഡിവൈഡഡ് ബൈ 2 എന്നുണ്ടാവും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/T ln 2P0 ഡിവൈഡഡ് ബൈ 3P0 മൈനസ് PT. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷനായിട്ട് വരിക. നമ്മളുടെ K ഈസ് ഈക്വൽ ടു 1/T ln 2P0 ഡിവൈഡഡ് ബൈ 3P0 മൈനസ് PT. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫൈനൽ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ എവിടെയാണ് നമ്മൾ ഓപ്ഷനിൽ വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹാഫ് ലൈഫ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എ ഗിവിംഗ് പ്രോഡക്റ്റ് ഫോർ ഇനീഷ്യൽ കോൺസെൻട്രേഷൻസ് ഓഫ് 0.1 and 0.4 mol per liter are 250 seconds respectively. The order of the reaction is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, T ഹാഫ്സ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ
ഓർഡർ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ടി ഹാഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ടുള്ള റിലേഷൻ. അതായത് ടി ഹാഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A0n-1. ഇതാണ് നമ്മളുടെ റിലേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിലേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഏത് ഓർഡറാണ് നമ്മളുടെ റിയാക്ഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ ഇവിടെ നമുക്ക് 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. 2 ടി ഹാഫ്സ് തന്നിട്ടുണ്ട്, 2 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടി ഹാഫിന് നമുക്ക് T1 എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ T1 = 200 സെക്കൻഡ്സ് ആണ്. അതുപോലെ T2 എത്രയാണ്? 50 സെക്കൻഡ് ആണ്. ഓക്കെ, പിന്നെയുള്ള എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന് 0.1 ആണ്. അതുപോലെ A2 0.4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് T1/T2 ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് വരും? A2/A1^n-1. ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻ മാറുക. അപ്പോൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 200/50 = 0.4/0.1n-1 ആണ് കിട്ടുക. ഓക്കെ, അതെങ്ങനെ വരും? 4 = 4n-1 എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ മാറുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 4/1 തന്നെയല്ലേ 4 എന്ന് വരുന്നത്. അതായത് 1 = n-1 നമ്മളുടെ ഇക്വേഷൻ മാറും. അതായത് എന്ത് വരും? n = 2 എന്ന് നമ്മളുടെ ഇക്വേഷൻ കിട്ടും. എന്നിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ n വാല്യൂ 2 എന്ന് കിട്ടിയില്ലേ? n വാല്യൂ 2 എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 2 എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 20% കംപ്ലീറ്റഡ് ഇൻ 10 minutes. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ഫോർ ദ റിയാക്ഷൻ ടു ഗോ ടു 80% കംപ്ലീഷൻ. അതായത് നമുക്കിവിടെ 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തേൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 20% കംപ്ലീറ്റ് ചെയ്യുന്നത് 10 minutesലാണ്. അതുപോലെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 80% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു എന്നാണ്. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വെച്ചിട്ട് ആദ്യത്തെ കണ്ടീഷൻ കൊടുത്തിട്ട് നമുക്ക് കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കെ വാല്യൂ വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനിൽ 80% കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ടിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷനിൽ എങ്ങനെയാണ് വരുന്നത്? KT = ln A0/AT അല്ലേ? ഈ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിലും കൂടി എഴുതാമല്ലോ. A/A-x. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞത് എത്രയാണ്? 20% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇവിടുത്തെ എക്സ് വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് അത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? കെ അല്ലേ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1/T ln A 100% ആയിട്ട് എടുക്കുകയാണെങ്കിൽ 100%/20. ഇതാണ് നമ്മളുടെ ഇനിഷ്യൽ കോൺസെൻട്രേഷനും ആഫ്റ്റർ ടൈം ടി കോൺസെൻട്രേഷൻ വരുന്നത്. ഇവിടെ ടി എത്രയാണ് തന്നിരിക്കുന്നത്? 10 minutes തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1/10 ln 100/80. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ വാല്യൂ 0.022 മിനിറ്റ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. കെയുടെ വാല്യൂ ഇനി സെക്കൻഡ് കണ്ടീഷനിൽ കൊടുത്തിട്ട് ടിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ടിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? T = 1/k ln A/A-x. രണ്ടാമത്തെ കണ്ടീഷനിൽ എക്സ് വാല്യൂ എത്രയാണ് വരുന്നത്? 80% ആണ് വരുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ മോഡിഫൈ ആവും. അപ്പോൾ T = 1/0.022 ln 100/100-80. ഇങ്ങനെയല്ല ഇക്വേഷൻ വരിക. 1/0.022 ln 100/20 വരും. ഈ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടി വാല്യൂ 73.1 മിനിറ്റ്സ് എന്ന് കിട്ടും. അത് നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ ഡീകമ്പോസിഷൻ ഓഫ് നൈട്രമൈഡ് ഈസ് 2.1 hour at 15 degrees. റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇഫ് 6.2 grams of NH2NO2 is allowed to decompose, the time taken for NH2NO2 to decompose 99% ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് തന്നിട്ടുണ്ട്. അതുപോലെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്.
നമുക്ക് 99% ഡീകമ്പോസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ ടി ഹാഫ് തന്നിട്ടുണ്ട്. ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? 0.693 കെ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 0.693 ബൈ ടി ഹാഫ് ചെയ്താൽ പോരെ. അതായത് 0.693 ഡിവൈഡഡ് ബൈ 2.1. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കെയുടെ വാല്യൂ 0.33 ഹവർ ഇൻവേഴ്സ് ആയിട്ട് കിട്ടും. ഓക്കെ, ഈ കെയുടെ വാല്യൂ നമുക്ക് അടുത്ത ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷനിൽ കൊടുത്തിട്ട് നമുക്ക് ടൈമിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളോട് ടൈം ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ത് വരും? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1/k ഇൻറ്റു ln A0/AT ആണല്ലോ. അതിനെ നമുക്ക് 1/k ln A/A-x എന്ന് എഴുതാം. ഇവിടെ എക്സ് എന്നുള്ളത് എന്ത് വരും? 99% കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പോൾ എക്സ് എന്നുള്ളത് 99 ആണ്. അതുപോലെ കെയുടെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 0.33 ഹവർ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1/0.33 ഇൻറ്റു ln എ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലേ, അത് നമ്മൾ 100 ആയിട്ട് എടുത്തു. പിന്നെ 100 മൈനസ് 99. ഇവിടെ ഓൾറെഡി നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വാല്യൂ തന്നിട്ടുണ്ട് 6.2 grams ആണ്. പക്ഷേ നമുക്കതൊരു മാത്തമാറ്റിക്കലി ചെയ്ത് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴേക്കും കൂടുതൽ സമയം എടുക്കും. പക്ഷേ നമുക്കിവിടെ 100% ആണ്, അതിൻ്റെ 99% റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എടുത്താൽ നമുക്ക് വാല്യൂവിൽ വലിയ ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിയുടെ വാല്യൂ ഫൈനലായിട്ട് 13.95 ഹവർ ആയിട്ടാണ് കിട്ടുക. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ഡ്രഗ് ബിക്കം ഇൻഎഫക്റ്റീവ് ആഫ്റ്റർ 30% ഓഫ് ഡീകമ്പോസിഷൻ. ദ ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ വാസ് 5 mg/ml വിച്ച് ബിക്കം 4.2 mg/ml ഡ്യൂറിങ് 20 months. Assuming the decomposition of first order, the expiry time of the drug in month is. അതായത് നമ്മളോട് ഒരു ഡ്രഗ് ഉണ്ട്, ആ ഡ്രഗ് 30% ഡീകമ്പോസ് ചെയ്താൽ അതിൻ്റെ ഡ്രഗ് ആക്ഷൻ കുറയും, ഇൻഎഫക്റ്റീവ് ആവും. അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 5 mg/ml ആണ്. അത് 4.2 mg/ml ആയിട്ട് മാറുന്നുണ്ട് 20 months കൊണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പയറി ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ട്, ആഫ്റ്റർ എ ടൈം 20 monthsലുള്ള കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ആവശ്യമുള്ള എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള എന്താണ്? കെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കെയുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പയറി ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 5 mg/ml ആണ്. ആഫ്റ്റർ എ ടൈം ടി തന്നിട്ടുണ്ട് 4.2 mg/ml. പിന്നെ ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? 20 months ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അവിടെ വേണ്ടത് കെ ആണ്. കെയുടെ ഇക്വേഷൻ എന്താണ്? 1/t ln A0/AT ആണ്. അപ്പോൾ അവിടെ ടി വാല്യൂ എത്രയാണ്? 1/20 ആണ്. പിന്നെ ln A0 എന്താണ്? 5 ആണ്. ATയുടെ വാല്യൂ 4.2 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ വാല്യൂ കെ ഈസ് ഈക്വൽ ടു 8.71 ഇൻറ്റു 10⁻³ മന്ത് ഇൻവേഴ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. കെയുടെ വാല്യൂ കിട്ടിയിട്ട് നമുക്കിനി അതിൻ്റെ ടൈം അല്ലേ, അതായത് അതിൻ്റെ എക്സ്പയറി ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ 30% ആകുമ്പോൾ അത് ഇൻഎഫക്റ്റീവ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സ് വാല്യൂ 30 അല്ലേ, ബൈ എക്സ് വാല്യൂ കൊടുത്താൽ നമുക്ക് ടിയുടെ ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ പറ്റും? ടി ഈസ് ഈക്വൽ ടു 1/k ln A/A-x. ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ കെയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 1/8.71 ഇൻറ്റു 10⁻³ ln A 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്ര ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. 1/8.71 ഇൻറ്റു 10⁻³ ln 100/70. ഇത്രയാണ് ചെയ്യേണ്ടത്.
സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിയുടെ വാല്യൂ 40.9 എന്ന് കിട്ടും. അത് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 41 എന്ന് എടുക്കാം. 41 മന്ത്, അതായത് 41 മന്ത് കൊണ്ടാണ് നമ്മുടെ ഈ ഡ്രഗിൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഇത് എക്സ്പയറി ആവുന്നത്. സോ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? 41, അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.